അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്കും വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് അൻവാർ എഫ്എസിന്റെ കുടുംബം ഇരുലോക ആഫിയത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം നമുക്കൊരു ജിജ്ഞാസയുണ്ടാകുന്ന, അത്ഭുതം തോന്നുന്ന ഒരു മാറ്ററാണ്. അത് മറ്റൊന്നുമല്ല, 2000 കൊല്ലങ്ങൾക്ക് ശേഷം മഹാനായ നമ്മുടെ ഗ്രാൻഡ് ഫാദർ അബൂന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനാസ ഖബറിൽ നിന്ന് പുറത്തേക്കെടുത്തു. അങ്ങനെ എടുത്തതിന് ശേഷം പ്രിയപ്പെട്ടവരെ കണ്ട അത്ഭുതം. എന്തിനാണ് എടുത്തത്? എന്താണ് പിന്നെ സംഭവിച്ചത്? അതുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? അത് ചെറിയൊരു ചരിത്ര അന്വേഷണം നമ്മൾ നടത്തുകയാണ്. ഇവിടെ മഹാനായ സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകുന്നതിന്, മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മക്കളോട് വസിയ്യത്ത് പറയുന്നുണ്ട്. എന്താ വസിയ്യത്ത്? ശേഷം ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സയ്യിദന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത്, അതായത് 2000 വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ഒരു തൂഫാൻ വരാനുണ്ട്, ഒരു ജലപ്രളയം, ലോകമാകെ വെള്ളത്തിലാകുന്ന ഒരു ഘട്ടമാണ്. ആ ഒരു ഘട്ടത്തിൽ എൻ്റെ ജനാസ നിങ്ങൾ ഖബറിൽ നിന്ന് എടുക്കണം, ഖബർ തുറന്നിട്ട് അതിൽ നിന്ന് എടുക്കണം, എന്നിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പലിൽ കയറ്റണം എന്ന് വസിയത്തുണ്ടായിരുന്നു. അങ്ങനെ സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായതിനു ശേഷം 2000 കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രളയമുണ്ടാകുന്നു. ആ പ്രളയത്തിന് മുമ്പായിട്ട് അവിടുത്തെ ജനാസ, അവിടുത്തെ ഖബർ തുറന്ന് ജനാസ ഇവിടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പലിൽ കയറ്റി. ഒരു കുഴപ്പമില്ലാതെ ഫ്രഷായിട്ട് കിടക്കുന്ന മയ്യത്താണ്, ജനാസയാണ്. എവിടെയെങ്കിലും ഭാഗത്ത് പകർച്ച ഉണ്ടായിട്ടുണ്ടോ? അഴുകിപ്പോയിട്ടുണ്ടോ ബോഡി? ഇല്ല. മുബാറക്കായിട്ട് ബറക്കത്താക്കപ്പെട്ട ശരീരമായിട്ട് തന്നെ കിടക്കാൻ. അതെടുത്തിട്ട് കപ്പലിൽ കയറ്റി. അങ്ങനെ തൂഫാനൊക്കെ കഴിഞ്ഞ് കപ്പൽ നങ്കൂരമിട്ടു. അതിനുശേഷം പ്രളയം കഴിഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇത് ഇന്നാലിന്ന സ്ഥലത്ത് കൊണ്ടുപോയി കബറടക്കാമെന്ന് പറഞ്ഞു. ഇന്ന സ്ഥലം പറഞ്ഞു, അവിടെ കൊണ്ടുപോയി മക്കളോട് കബറടക്കാൻ പറഞ്ഞു. അപ്പോൾ മക്കൾ ആരും അതിന് കൂട്ടാക്കിയില്ല. എന്താ കാരണം എന്നറിയോ? അതൊരു വിജനമായ ഏരിയയാണ്. നൂഹ് നബി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്ന ഏരിയ ഒരു വിജനമായ ഏരിയ. ആ ഏരിയയിലേക്ക് പോകാൻ ധൈര്യപ്പെടുന്നില്ല, അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ മെനക്കെടാതെ അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ കിടന്നു എന്നാണ് അവിടുത്തെ ജനാസ. കബറടക്കാൻ യോഗ്യരായി ആരും മുന്നോട്ട് വരാത്തതുകൊണ്ട് അങ്ങനെ ജനാസ കിടക്കുന്നൊരവസ്ഥ ഉണ്ടായി. അങ്ങനെ മക്കൾ കബറടക്കാൻ മുന്നോട്ട് വരുന്നില്ല, അങ്ങോട്ട് പോകൽ ഭയപ്പാടാണ്, അത് പ്രയാസമാണ് എന്ന വാർത്ത പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറയുന്നുണ്ട്, അല്ല മക്കളെ, ഈ ജനാസ, ഈ ഉപ്പാൻ്റെ ജനാസ ആര് കബറടക്കിയാലും, ആദം നബി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീരം ജനാസ ആര് അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കബറടക്കിയാലും അവർക്ക് ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ ആയുസ് കിട്ടും, അവർക്ക് വലിയ ആയുസ്സുണ്ടാകും എന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട് ആദം നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടും ഓഫർ കേട്ടിട്ടും ആരും മുന്നോട്ട് വന്നില്ല. കാരണം അത്രയേറെ പ്രയാസമുണ്ട്, ഒരു വിഷമുണ്ട്, ഭയപ്പാടുണ്ട് അവിടെ കൊണ്ടുപോയി കബറടക്കാൻ. അതുകൊണ്ട് ആ ജനാസ അങ്ങനെ കിടന്നു എന്നാണ്. പിന്നെ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി രംഗത്തേക്ക് വരുന്നത് മഹാനായ ബല്യ ഇബ്നു മൽക്കാൻ അബുൽ അബ്ബാസ് ഖളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. നമുക്കറിയാലോ, മഹാനായ ഖളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിം ഉമ്മത്തിന് മറക്കാൻ പറ്റാത്ത ഓർമ്മയുടെ നബിയാണ് ഖളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇന്നും ജീവിച്ചിരിക്കുന്ന നബിമാരിൽ പ്രഗത്ഭനായ നബിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഖളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എക്സ്പീരിയൻസ്, അവിടുത്തെ അനുഭവം, അവിടുത്തെ ചരിത്രം ഈ ഉമ്മത്തിനെ കൊണ്ട് ഓദിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതുന്ന സൂറത്ത്. ആ സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാറ്റർ എന്താ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിലുള്ള ഒരു കൂടെ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ കൂടെ കൂടിയിരുന്ന ഒരു ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഓതുന്നുണ്ട്. ആയത്തുകളിൽ ആ ചരിത്രം പറയുന്നുണ്ട്. ആ മഹാനുഭാവനാണ് രംഗത്തേക്ക് വന്നത്. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനാസ ഞാൻ കബറടക്കാം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹമാണ് ആ ജനാസയുടെ ദഫൻ ചെയ്യുക, കബറടക്കുക എന്ന് പറയുന്ന പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്തത് എന്ന് കാണാം. അക്കാരണം കൊണ്ട് തന്നെ ഖളർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ് നീട്ടിക്കൊടുത്തു, ആയുസ് കൂട്ടിക്കൊടുത്തു എന്ന് കാണാം. അവിടുത്തെ ആയുസ് കൂട്ടിക്കിട്ടാനുള്ള കാരണങ്ങൾ ചരിത്രത്തിൽ പലതും പറയുന്നുണ്ടെങ്കിലും ആ കാരണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? ഈ കാരണമാണ്. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കബറടക്കം ജനാസ നടത്തിയ ആൾക്ക് ദീർഘായുസ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു ഓഫർ അദ്ദേഹത്തിൻ്റെ ദുആക്ക് ആര് പാത്രമായി? മഹാനായ ഖളർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രമായി. അതുകൊണ്ടാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന നബിമാരിൽ 4 നബിമാരിൽ പ്രഗത്ഭനായ നബിയാണ്, നമുക്കിടയിൽ ജീവിക്കുന്ന നബിയാണ് ഖളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് നമുക്ക് കാണാം. ഇവിടെ എന്താ? ഈ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട കാര്യം, 2000 കൊല്ലം കഴിഞ്ഞിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനാസ പുറത്തേക്കെടുത്തപ്പോൾ ഒരു പകർച്ചയോ വ്യത്യാസമോ
ഒരു തകർച്ചയുമില്ല. ഫ്രഷായിട്ട് തന്നെ മയ്യത്ത് എടുക്കുക. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽ ചില അടിമകൾക്ക് അള്ളാഹു സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഭയങ്കരമായ ഒരു സെക്യൂരിറ്റിയാണ്, ഒരു പ്രൊട്ടക്ഷനാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്പിയാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ, നിങ്ങൾ സലാം ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ അറിയാം? സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അതിന് അവിടുന്ന് മണ്ണിലേക്ക് ചേർന്ന് പോയിട്ടുണ്ടാകില്ല നബിയെ. ഒരു ജനാസ മണ്ണിൽ വെച്ചാൽ അങ്ങോട്ട് ചേർന്ന് പോകാണല്ലോ നാച്ചുറൽ രീതി, അങ്ങനെയല്ലേ ഉണ്ടാവുക, പിന്നെ എങ്ങനെ അങ്ങ് അറിയാം എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുന്നത്, ഒരു നബിമാരുടെയും അമ്പിയാക്കളിൽ ഒരാളുടെയും ശരീരം മണ്ണ് തൊട്ടുനോക്കില്ല, മണ്ണിൽ വെച്ചാൽ 10,000 കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഉണ്ടാവും. അത് അമ്പിയാക്കൾക്ക് അള്ളാഹു ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ എന്ന് പറയുന്ന ഹദീസ് ഇമാം അഹ്മദ് തങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, ഇമാം അബൂദാവൂദ് തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇമാം നസായി തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇമാം ഇബ്നു മാജ തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സിഹാഹു സിത്തയിൽ ഭൂരിഭാഗം ഇമാമികളും കൊണ്ടുവന്ന ഹദീസാണ്, പ്രഗൽഭമായ ഹദീസാണ്. അമ്പിയാക്കളുടെ ശരീരം മണ്ണിൽ വെച്ച് അവിടെ ഇരിക്കും, മണ്ണ് തിന്നൂല്ല, ഒരു പ്രയാസം ഉണ്ടാകില്ല, അങ്ങനെ തന്നെ ഉണ്ടാകും. മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്, ഹദീസുകളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് പറയുന്നുണ്ട്, 5 വിഭാഗം ആളുകളുടെ ജനാസ ഖബറിൽ വെച്ചാൽ അങ്ങനെ തന്നെ ഉണ്ടാകും, അത് മണ്ണ് തിന്നൂല്ല. അതിൽ അമ്പിയാക്കൾ മാത്രമല്ല, ശുഹദാക്കൾ മാത്രമല്ല, പണ്ഡിതന്മാർ മാത്രമല്ല, സാധാരണക്കാരായ ആളുകൾ പോലും അതിനകത്ത് പെടുന്നുണ്ട്. എത്രയോ ജനാസകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തിൻ്റെ, നമ്മുടെ മണ്ണിൽ, നമ്മുടെ പലവരുടെയും മഹല്ലത്തിൽ ഒട്ടേറെ അനുഭവങ്ങൾ സമീപകാലത്ത് പോലും പച്ചയായിട്ട് എത്രയോ ആളുകൾ കണ്ട, എത്രയോ 10 വർഷം 20 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഖബറിൻ്റെ പണി നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഖബറിൽ ജനാസ കണ്ടു, അല്ലെങ്കിൽ ഖബർ കുഴിച്ചപ്പോൾ അടിയിൽ ജനാസ കണ്ടു, അങ്ങനെ തന്നെ കഫൻ നൊടിക്ക് പോലും കുഴപ്പമില്ല. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ കേരളക്കരയിൽ തന്നെ നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ ലൈഫ് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് ശരീരം മണ്ണ് തിന്നാത്ത ക്വാളിഫൈഡ് ആകുന്ന അല്ലെങ്കിൽ യോഗ്യമാക്കുന്ന ചില കർമ്മങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകും. ആ കർമ്മങ്ങൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ വലിയൊരു കാവൽ പ്രൊട്ടക്ഷൻ അവർക്കും കൊടുക്കും. അത് ചില ആളുകൾ അത് ചില മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഒരു അഴകുഴമ്പൻ മറുപടി കമൻറ്റ് പറയാറുണ്ട്. എല്ലാം അങ്ങനെയല്ല, അള്ളാഹു കാവൽ കൊടുക്കുന്നുണ്ട് ചിലവർക്ക്. അത് വിശദീകരിച്ച് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് നീണ്ടുപോകും, അത് മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്ക് കൊടുത്തിരിക്കുന്ന വലിയൊരു ഫളിൻ്റെ, ഔദാര്യത്തിൻ്റെ വലിയൊരു മഹത്വത്തിൻ്റെ ഭാഗമാണ് അവർ ശരീരം അങ്ങനെ തന്നെ ഉണ്ടാവുക എന്നുള്ളത്. ആ ശരീരം ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കബറടക്കിയതുകൊണ്ട് ഖിയാമത്ത് നാൾ അല്ലെങ്കിൽ ലോകാവസാനത്തിൻ്റെ ചാരത്ത് വരെ ഖദർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയുസ് കിട്ടിയവരായി എന്നും ചരിത്രം പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ഉലമാക്കൾ, പ്രത്യേകിച്ച് ഇബ്നു കതീർ റഹിമഹുല്ലാഹ് തങ്ങൾ അവിടുത്തെ അൽ ബിദായത്തു വൻ നിഹായ എന്ന് പറയുന്ന കിതാബിലൊക്കെ ഈ ചരിത്രങ്ങൾ, സംഭവങ്ങളെല്ലാം ഉദ്ധരണി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് ഈ സംഭവം മനസ്സിലായി, എന്താണ് ഇതിൻ്റെ അത്ഭുതം എന്ന് മനസ്സിലായി, ഖദർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആയുസ് കൂട്ടിക്കിട്ടിയതിൻ്റെ രഹസ്യം മനസ്സിലായി. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അറിവുകൾ, വിജ്ഞാനങ്ങൾ കൂടുതൽ ലഭിക്കാൻ, അറിയാൻ അള്ളാഹു നമുക്ക് വലിയ സൗഭാഗ്യം, വലിയ തൗഫീഖ് നമ്മുടെ ഈ കൂട്ടായ്മ കൊണ്ട് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അത് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ചെയ്തു കൊടുക്കുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് ഇതിൻ്റെ ഭാഗവാക്കാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله